5 ഘാതം എക്സ് പ്ലസ് 1 കുറയ്ക്കണം 5 ഘാതം എക്സ് സമം 2500 ആയാൽ എക്സിൻ്റെ വില കാണുക. എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ സമം എ ഘാതം എം പ്ലസ് എൻ. ഇതൊരു കൃത്യംഗ നിയമമാണ്. നമുക്കിതിനെ തിരിച്ചെഴുതാം. സമത്തിൻ്റെ വലതുവശത്തുള്ളത് ഇടതുവശത്തും ഇടതുവശത്തുള്ളത് വലതുവശത്തുമാക്കി എഴുതാം. എ ഘാതം എം പ്ലസ് എൻ സമം എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ. എ ഘാതം എം പ്ലസ് എൻ ആ രൂപത്തിലാണ് 5 ഘാതം എക്സ് പ്ലസ് 1. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം എന്താ എഴുതുന്നത്? എ ഘാതം എം, അതായത് ഈ പാദസംഖ്യ എഴുതി ഈ കൃതി എഴുതി, അതുപോലെ ഈ പാദസംഖ്യ എഴുതുക, അതിൻ്റെ ആദ്യത്തെ കൃതി എഴുതുക എക്സ്. അപ്പോൾ എ ഘാതം എം എന്നെഴുതി 5 ഘാതം എക്സ് ഇൻറ്റു വീണ്ടും അതേ പാദസംഖ്യ എഴുതി രണ്ടാമത്തെ കൃതി എഴുതുക, അതേ പാദസംഖ്യ എഴുതിയിട്ട് രണ്ടാമത്തെ കൃതി എഴുതുക. കുറയ്ക്കണം ഈ 5 ഘാതം എക്സ് നമ്മൾ അതുപോലെ എഴുതുക. ഇനി 5 ഘാതം എക്സ് ഇൻറ്റു 5 ഘാതം 1 മൈനസ് ഇത് നമുക്ക് 5 ഘാതം എക്സിനെ നമുക്ക് 5 ഘാതം എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം. നമുക്ക് കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഈ ഇൻറ്റു 1 ഇട്ടത്. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും, ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ച് അതിനെ കിട്ടും. അപ്പോൾ നമ്മൾ 5 ഘാതം എക്സിനെ 5 ഘാതം എക്സ് ഇൻറ്റു 1 എന്ന് എഴുതി. ഇനിയിപ്പോൾ ഇത് ഒരു പദം, ഇത് ഒരു പദം, ഇതിൽ രണ്ടിലും പൊതുവായിട്ട് ഏതാ വരുന്നത്? 5 ഘാതം എക്സ് രണ്ടിലുണ്ട്. 5 ഘാതം എക്സ് പൊതു ഘടകമായിട്ട് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക. ബാക്കി ഇവിടെ 5 ഘാതം എക്സ് എടുത്താൽ ബാക്കിയുള്ളത് 5 ഘാതം 1, ഇടയിൽ കുറയ്ക്കണം എന്ന് ചിഹ്നം ഇടുക. ഇവിടുന്ന് 5 ഘാതം എക്സ് പുറത്തു പോയാൽ പിന്നെ 1 ഉള്ളത്. 5 ഘാതം എക്സ് ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു 5 ഘാതം 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഒരു തവണ, അതായത് 5 മൈനസ് 1. 5 ഘാതം എക്സ് ഇൻറ്റു 5 1 കുറച്ചാൽ 4. നമുക്ക് ഇത് സമം നമുക്ക് തന്നിട്ട് 2500 തന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇൻറ്റു 4 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 4 എന്നാവും. അപ്പോൾ 5 ഘാതം എക്സ് സമം 2500 ബൈ 4. 5 ഘാതം എക്സ് സമം ഇത് ഹരിക്കുമ്പോൾ 6 4 24, ശിഷ്ടം 1 10, 2 4 8, ശിഷ്ടം 2 20, 5 4 20. 5 ഘാതം എക്സ് സമം ഈ 625 എന്ന് പറയുന്നത് 5 ഘാതം 4 ആണ്. അതായത് 5 4 തവണ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഗുണിച്ച് 625 കിട്ടും. ഇപ്പോൾ ഇതൊരു സമവാക്യമായി. ഇതിൻ്റെ രണ്ട് ഭാഗത്തും പാദസംഖ്യ തുല്യമാണ് 5 5. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും, എക്സും 4ഉം തുല്യമായിരിക്കും. ഉത്തരം എക്സ് സമം 4.